സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിന് തിരിച്ചടി എന്ന വലിയ വാർത്ത വരികയാണ്. ജിമ്മി ജെയിംസ് ആണ് വിവരങ്ങളുമായുള്ളത്. ജിമ്മി, എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? സ്മൃതി, അജിത് കുമാറിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് കോടതി. അതായത് എം.ആർ. അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചില്ല എന്നുള്ളതായിരുന്നു കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുന്നു. എം.ആർ. അജിത് കുമാറിന് വളരെ വലിയ തിരിച്ചടിയാണ്. എം.ആർ. അജിത് കുമാറിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു രേഖയാണ് സർക്കാർ സമർപ്പിച്ചത്. അതിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസ് തിരുവനന്തപുരത്ത് അജിത് കുമാറിന്റെ പേരിൽ ഭൂമിയുണ്ടെന്നും ആ ഭൂമി അദ്ദേഹം പിന്നീട് വളരെ വലിയ വിലയ്ക്ക് മറച്ചുവിറ്റെന്നും ഈ ഭൂമി വാങ്ങിച്ചത് ക്യാഷായി പണമായി കൊടുത്തിട്ടാണെന്നും ഈ പണം അനധികൃതമായി സമ്പാദിച്ചതാണെന്നുള്ളതാണ് ഈ വാദത്തിന്റെ അടിസ്ഥാനം. അതിന്റെ പേരിലാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊന്നില്ല, അനധികൃതമായുള്ള സ്വത്തല്ല, പണമല്ല എന്നുള്ളതായിരുന്നു സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണല്ലോ. എന്താണ് കോടതി പറയുന്നത്? ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സർക്കാരിൻ്റെ സമർപ്പിച്ച ഈ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല, ക്ലീൻ ചിറ്റ് നൽകാനാവില്ല, ഇനിയും ഈ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് എന്ന് തന്നെ പറയണം. ഈ കാര്യത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഒരുപാട് തെളിവുകൾ വന്നിരുന്നു. പി.വി. അൻവർ അടക്കമുള്ള ആളുകൾ സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം നിലനിൽക്കില്ലെന്നും അതൊന്നും ശരിയല്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നടന്ന അന്വേഷണത്തിൽ കിട്ടിയ വിവരം. അതാണ് ഇപ്പോൾ കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത്. വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ഇതിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുള്ള ഒരു ഹർജിയിലാണ് ഇപ്പോൾ കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും കോടതി നേരത്തെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശി നാഗരാജ് നൽകിയ ഹർജിയിലാണല്ലോ ഇപ്പോൾ കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് കോടതി തള്ളുമ്പോൾ ഇനി സർക്കാരിന്റെ മുന്നിൽ എന്താണ് വഴി? ഇത് തീർച്ചയായിട്ടും വീണ്ടും സർക്കാർ അത് അന്വേഷിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, എങ്ങനെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് കോടതിയിലെത്തി, കോടതി ആ വാദങ്ങൾ ഒന്നൊന്നായി പൊളിച്ചടുക്കി ആ റിപ്പോർട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ അജിത് കുമാറിന് വേണ്ടി ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതിന് റിപ്പോർട്ട് തയ്യാറാക്കിയ സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയേണ്ടി വരും. വിജിലൻസ് സംവിധാനം മറുപടി പറയേണ്ടി വരും. നിർണായകമായ നീക്കമാണ്. കാരണം ഇതിൽ ഒരു ആരോപണം പോലും നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു, ഒരു സംശയത്തിന് പോലും ഇടയില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിജിലൻസ് കോടതിയിൽ വന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കം കോടതിയിൽ തൽക്കാലത്തേക്കെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു. അതുമാത്രമല്ല, സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുകൂടിയാണ് കോടതിയുടെ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. റഹീസ് റഷീദ് കൂടിയുണ്ട്. റഹീസ്, ഇപ്പോൾ ADGP എം.ആർ. അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത്. അതും ശബരിമല വിവാദത്തെ തുടർന്നാണല്ലോ അദ്ദേഹത്തിന് പോലീസിൽ നിന്നും മാറേണ്ടി വന്നത്. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിലും കോടതിയിൽ നിന്ന് തിരിച്ചടി വരികയാണ്. എന്താണ് ഈ സർക്കാർ മുന്നിൽ കാണുന്നത്? നമുക്കിപ്പോൾ എന്താണ് ലഭിക്കുന്ന വിവരം? റഹീസ് റഷീദ്. സ്മൃതി, 2 മാസം മുമ്പാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ അഡ്വക്കേറ്റ് നാഗരാജ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരായ ക്രമക്കേട് അന്വേഷിച്ചത് SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമാണ്. അതുകൊണ്ട് അവരുടെ അന്വേഷണ റിപ്പോർട്ട് കോടതി മുഖവിലക്കെടുക്കരുത് എന്നതായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. അദ്ദേഹം ഹർജി നൽകിയതിനു ശേഷം ഏതാണ്ട് 8 തവണ കോടതി ഈ കേസിൽ വാദം കേട്ടു. അതിനുശേഷമാണ് നിർണായകമായ ഒരു നിലപാട് ഈ കേസിൽ ഇന്ന് കോടതി പറഞ്ഞത്. ഇതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നാഗരാജ് ഈ കേസിൽ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരായ നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളേണ്ട ഒരാവശ്യവുമില്ല എന്നതായിരുന്നു സർക്കാർ നിലപാട്. പക്ഷേ ആ പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായും തള്ളിയാണ്. ഹർജിക്കാരന്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് കോടതി